Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Claire ആരാണ്? Claire ഞാനാണ് ma'am. സ്റ്റാർട്ട് ചെയ്തോ. Okay. We shall overcome. We shall overcome. We shall overcome someday. Oh, deep in my heart, I do believe we shall overcome someday. If you can change your mind, you can change your life. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സ് മാറ്റാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതവും മാറ്റാൻ കഴിയും. സൈനിങ് ബൈ സന ഫാത്തിമ. എല്ലാരും ഒന്ന് മ്യൂട്ട് ചെയ്യൂ. ആരാന്നും മനസ്സിലാകുന്നില്ല, ഭയങ്കര സൗണ്ട്. എല്ലാവരും മ്യൂട്ട് ചെയ്യാൻ ഇങ്ങനെ ഓൾ മ്യൂട്ട് കൊടുക്കൂ കേട്ടോ. ഓക്കെ, ലാസ്റ്റ് ക്ലാസ് നമ്മൾ ഇവിടെ വരെ പറഞ്ഞു നിർത്തിയിട്ട് ഓർമ്മയുണ്ടോ? ഹൈറാർക്കി ഓഫ് നീഡ്സ് ആണ് എടുക്കാറുള്ളത്. ഹൈറാർക്കി ഓഫ് നീഡ്സ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് സോഷ്യൽ ആൻഡ് ഇമോഷണൽ നീഡ്സ് വരെയാണ് നമ്മൾ പറഞ്ഞ് നിർത്തിയത്. അപ്പോ ഇന്ന് റെക്കോർഡ് സബ്മിറ്റ്. അതെ, ഇന്ന് റെക്കോർഡ് സബ്മിറ്റ് ചെയ്യേണ്ട, സബ്മിറ്റ് അല്ല കംപ്ലീറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ്. എല്ലാവരും റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ? യെസ് മാം, റെക്കോർഡ് കംപ്ലീറ്റ് ആണ്. റെക്കോർഡ് കംപ്ലീറ്റ് ആണ്. എല്ലാവരും റെക്കോർഡ് കംപ്ലീറ്റ് ആണ്. യെസ്. കുട്ടികളാണല്ലോ. എല്ലാവരും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഹലോ മാം. പിന്നെ പറഞ്ഞോടാ. മാം, ഞാൻ ട്രെയിനിങ്ങിന് കയറിയതാണ്. 1 month കഴിഞ്ഞു. എനിക്കിനി ഈ ജനുവരി 4 ആകുമ്പോഴത്തേക്ക് ഞാൻ ഈ സ്കൂളിൽ നിന്ന് ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. അടുത്ത വേറെ സ്കൂളിൽ കിട്ടി 2 മാസത്തേക്ക് അവിടെ. അപ്പൊ എന്റെ റെക്കോർഡ് കംപ്ലീറ്റ് ആണ്. ഞാൻ മാമിനെ കാണിച്ചു തരാൻ ആഗ്രഹിക്കുന്നു. കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഒന്ന് കാണിക്കാൻ ശ്രമിച്ചോട്ടെ. ചെയ്തോടാ, ചെയ്തോട്ടാ. ഓക്കെ. കാണാൻ പറ്റുന്നുണ്ടോ മാം? മാം കാണാൻ പറ്റുന്നുണ്ടോ? അതുകൊണ്ടാണ്. കാണാൻ പറ്റുന്നുണ്ടോ മാം? കാണാം. ഓക്കെ. ഓരോരുത്തരെ കൊണ്ട് ഓരോ സ്റ്റോറീസ് വായിപ്പിച്ചാലോ, അല്ലെങ്കിൽ അവരെ പ്രസന്റ് ചെയ്യിപ്പിച്ചാലോ? മനസ്സിലായില്ല. ഞാൻ പറയാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോ എല്ലാവരും റെക്കോർഡ് എല്ലാവരും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓരോരുത്തരും ഫസ്റ്റ് മുതൽ നമുക്ക് സ്റ്റോറീസ് അറിയാലോ. അതില് മോറൽ സ്റ്റോറി ഒരാൾ പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ആക്ടിവിറ്റി അടുത്ത ആൾ പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ കാണിച്ചു തരാം, അല്ലെങ്കിൽ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ലോങ് സ്റ്റോറി ഒന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ നല്ലതായിരിക്കില്ലേ? എനിക്ക് ചെക്കും ചെയ്യാം എല്ലാവരും ചെയ്തിട്ടുണ്ടെന്ന്. മനസ്സിലായോ? കാണാമല്ലോ മേമേ. എന്നെ കാണാൻ പറ്റുന്നില്ലേ? അല്ല, ഞാൻ റെക്കോർഡ് കാണാൻ പറ്റുന്നുണ്ടോ മാം? ഇല്ലടാ, റെക്കോർഡ് കാണാൻ പറ്റുന്നില്ല. എടുത്ത് കാണിക്കുകയാണെങ്കിൽ ചിലപ്പോ റെക്കോർഡ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. എന്റെ റെക്കോർഡ് കംപ്ലീറ്റ് ആണ്. ഇവിടെ കാണാൻ പറ്റാത്ത പിള്ളേരും അവരൊക്കെ ആയിട്ട് ചില അസൗകര്യങ്ങളൊക്കെ ഉള്ളത് കാരണമാവും. കംപ്ലീറ്റ് ആണ് മാം. എനിക്ക് ക്ലാസ്സിൽ ഇപ്പൊ കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല, പിള്ളേരൊക്കെ ഇവിടെ ഉള്ളത് കൊണ്ട്. നെക്സ്റ്റ് റെക്കോർഡ് ക്ലാസ് റൂമിൽ ഇട്ടേക്കുമല്ലോ, നമ്മുടെ 3ാമത്തെ റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് ഇട്ടേക്കാട്ടോ. ക്ലാസ് റൂമിൽ ഉണ്ട്. 3ാമത്തെ റെക്കോർഡ് ഞാൻ എന്തായാലും പറയില്ല, നെക്സ്റ്റ് മൺഡേ പറയുള്ളൂ ഡീറ്റെയിൽസ്. നിങ്ങൾ റെക്കോർഡ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ, അല്ലെങ്കിൽ ഓരോരുത്തർക്ക് പ്രസന്റ് ചെയ്യണോ? എങ്ങനെയാ താല്പര്യം?
മിസ് എങ്ങനെയാന്ന് വെച്ചാൽ തീരുമാനിച്ചോ മിസ്, അതുപോലെ ചെയ്യാം. എനിക്ക് ചെക്ക് ചെയ്യണമെന്നുണ്ട് നിങ്ങളുടെ എല്ലാവരും റെക്കോർഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ടോ എന്ന് എനിക്ക് ഉറപ്പ് വരുത്തണമെന്നുണ്ട്. സോ ഞാൻ ഓരോരുത്തരെ വിളിക്കും, അവര് ഏതാണോ റെക്കോർഡ് അതൊന്ന് ഞാൻ പറയുന്ന സ്റ്റോറി ഏതാണോ അതൊന്ന് എന്ത് ചെയ്യാൻ പ്രസന്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഞാൻ എന്റെ റെക്കോർഡ് ഒന്ന് എടുത്തോണ്ട് വരട്ടെ. ഒരു 2 മിനിറ്റ് നിങ്ങളൊന്ന് റെക്കോർഡ് എല്ലാവരും എന്ത് ചെയ്യാം എടുത്ത് വെക്കാട്ടോ. മ്യൂട്ട് ആക്കിക്കോ എല്ലാവരും റെക്കോർഡ് അടുത്തേക്ക് എടുത്ത് വെക്കാട്ടോ. വിനു മ്യൂട്ട് ആക്കടാ, ഭയങ്കര സൗണ്ട്. ഓക്കേടാ. എല്ലാവരും റെക്കോർഡൊക്കെ എടുത്തല്ലോ അല്ലേ? Yes, ma'am. ഓക്കെ. ഫസ്റ്റ് മോറൽ സ്റ്റോറി ആണ്. പിങ്കി അത് പ്രസന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ പിങ്കി പ്രസന്റ് ചെയ്തോട്ടാ. ഞങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരാം, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ. അധികം പേജസ് ഇല്ലാലോ പിങ്കി? കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? Yes, ma'am. എത്ര പേജ് ഉണ്ട് മോറൽ സ്റ്റോറി? അതില്ല, ഒരു 1.5. ഓക്കെ, അതൊന്ന് പ്രസന്റ് ചെയ്യാം, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാട്ടാ. Yes, ma'am. കാണാവോ മാം? നോക്കട്ടെ കേട്ടോ. മുന്നേ റൊട്ടേഷൻ ഇടാൻ പറ്റുമോ? ക്യാമറ റൊട്ടേറ്റ് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്? ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ ഓക്കെ. മോറൽ സ്റ്റോറി കുറച്ച് അകത്ത് തിരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണും. മോറൽ സ്റ്റോറി കണ്ടോ? ഓക്കെ, മോറൽ സ്റ്റോറി ആണ്. ഒരു എലിഫന്റിന്റെ പിക്ചറാണ് വെച്ചിരിക്കുന്നത്. സ്റ്റോറി നെയിം ദ ടൈലർ ആൻഡ് ദ എലിഫന്റ്. റീഡ് ചെയ്യട്ടെ? റീഡ് ചെയ്തോ, അല്ലെങ്കിൽ ഇങ്ങനെ ഇതിനെ കുറിച്ചിട്ടുള്ള സ്റ്റോറിയാണെന്ന് മാത്രം പറഞ്ഞാലും കുഴപ്പമില്ല. റീഡ് ചെയ്തോ. Once upon a time in a village there was a temple. The temple used to keep an elephant. Every villager loved that elephant, as the elephant greeted devotees visiting the temple at the entrance. In the evening, the elephant would go to the pond. Would go to a pond every day to take a dip. On the way to the pond, the elephant used to stop at Tyler's shop and raise his trunk to greet the shop owner. The Tyler used to offer bananas to the elephant every day. The elephant used to thank the Tyler by raising his trunk, gulping the banana down, and then walking away. One day, the Tyler was not in a good mood, as he had a quarrel with a customer. In the evening, when the elephant came to greet the Tyler and stretched his trunk to collect a banana, the Tyler pricked the elephant with a needle. The elephant cried in pain while the Tyler laughed loudly. The following day, as usual, the elephant went to the pond for a bath. On his way back,
he stopped at another pond that he had muddy water. The elephant then started walking purposefully to the tailor's shop. The tailor was occupied with his work. He had stitched several clothes and had neatly arranged them after ironing the clothes. The tailor was admiring his work when he saw the elephant standing outside the shop with his trunk raised. Then the elephant sent forth a spray of muddy water and drenched the tailor's newly stitched and ironed clothes. The tailor was completely left in shock. He joined his hands in salutation and said to the elephant, "Serves me right, friend. I was nasty to you, and you have returned the compliment. I will never hurt you again." The elephant nodded his head and walked away majestically. The moral of this story is tit for tat means we should treat other people in the same way the other people treat us. Ma'am? പിന്നെ കുഴപ്പമില്ല കേട്ടാ. ഞാൻ ഒരു കാര്യം പറയാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് സ്റ്റോറീസ് പ്രസന്റ് ചെയ്യുമ്പോൾ നമ്മൾ കുട്ടികൾക്ക്, ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ക്ലാസ്സിൽ എടുത്തു കൊടുക്കുന്നതെന്ന് നമ്മൾ എന്ത് ചെയ്യണം, അത് മനസ്സിലാക്കണം. നമ്മൾ സ്റ്റോറി പ്രസന്റ് ചെയ്യുമ്പോൾ ഒരു മിസ്റ്റേക്ക് എന്നല്ല കേട്ടാ. നമുക്ക് വൈകിട്ടേക്കൊക്കെ ഒരു സ്റ്റോറി മോനോട് പ്രസന്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാല് നമ്മളത് പ്രസന്റ് ചെയ്യുമ്പോൾ അത്യാവശ്യം സിംഗിൾ ആയിട്ട് ഒരു സെന്റൻസ് ബൈ സെന്റൻസ് പറഞ്ഞു കൊടുക്കാം. ഇംഗ്ലീഷും മലയാളവും കൂടി പറഞ്ഞു കൊടുത്ത് നമ്മളത് എന്ത് ചെയ്യാം, അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അങ്ങനെ പ്രസന്റ് ചെയ്യണം. രണ്ടും കൂടി വേണം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പ്രസന്റേഷൻ ഒന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ വൈകിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, നിങ്ങളോട് ഒരു മോറൽ സ്റ്റോറി പ്രസന്റ് ചെയ്യാൻ പറഞ്ഞാല് നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ മോറൽ സ്റ്റോറി എടുക്കുക. ദെൻ വേർഡ് ബൈ വേർഡ് വേണ്ട, സെന്റൻസ് ബൈ സെന്റൻസ് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമോ മോറൽ സ്റ്റോറി? ഒരു മിസ്റ്റേക്ക് ആണെന്നോ അല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞേ, ഒരു ഇംപ്രൂവ്മെന്റിന്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. പിന്നെ യെസ് മാം, ഞാൻ ജസ്റ്റ് റീഡ് ചെയ്തോളൂ കേട്ടോ, ജസ്റ്റ് റീഡ് ചെയ്തേ. അപ്പൊ നമ്മള് റീഡ് ചെയ്യുമ്പോ അത് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോ കുറച്ച് ഫീലിങ്ങോട് കൂടി നമ്മളത് എന്ത് ചെയ്യാ, എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മുടെ മുഖത്തൊക്കെ ഇമോഷൻസ് ഒക്കെ വരാ അല്ലെങ്കിൽ എക്സ്പ്രഷൻ ഒക്കെ വരാണെങ്കിൽ കുട്ടികൾക്ക് അത് കുറച്ചും കൂടി ഇഷ്ടാവും. അപ്പൊ നമുക്ക് വൈകിട്ടൊക്കെ വരുമ്പോ നമ്മൾ അതേപോലെ പ്രസന്റ് ചെയ്യണം. ഓക്കെ? യെസ് മാം. ഇതേപോലെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ മോറൽ സ്റ്റോറി? ഞാൻ ചെയ്യാം മാം. നന്നായി ചെയ്തോളാം. ഇവിടെ മഴയും തണുപ്പൊക്കെ സെറ്ററൊക്കെ ഇട്ടിരിക്കുക. സോറി, കാണാൻ പറ്റുന്നുണ്ടോ? ഇത് ഞാനൊരു ബി ഒബീഡിയന്റ് എന്നുള്ള ഒരു മോറൽ സ്റ്റോറി എഴുതിയതിന്റെ പിക്ചറാണിത്. ലെഫ്റ്റ് സൈഡിൽ ഇത് എഴുതിയത്. സ്റ്റോറി പ്രസന്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, മോൻ പ്രസന്റ് ചെയ്തോട്ടോ. അങ്ങനെ തന്നെ പ്രസന്റ് ചെയ്തോട്ടാ. Okay. Be obedient. There lived a crow with his wife and chicks in a nest on a great banyan tree. എന്താണ്, ഒരിടത്തൊടുത്ത് ഒരു ക്രോയും, എന്താണ് ക്രോ, എന്താണ് കാക്കയും കാക്കയുടെ കുഞ്ഞുങ്ങളും ഒരു ബനിയൻ ട്രീയില് താമസിക്കുന്നുണ്ടായിരുന്നു. They were very happy. അവരെന്തായിരുന്നു, അവർ വളരെ സന്തോഷത്തോടെ ജീവിച്ചിരുന്നേ. Every morning they went out in search of food. Whatever they went out, sorry, they were very happy. Every morning they went out in search of food. അപ്പൊ അതിന്റെ ഈ കാക്ക, അതായത് അമ്മ കാക്ക, അത് അച്ഛൻ കാക്ക അമ്മ കാക്ക എന്ന് വെച്ചാൽ പ്രായമായ കാക്കകള് എന്തായാലും ഫുഡ് തേടി, തന്റെ പാരന്റ്സ് കുഞ്ഞുങ്ങൾക്ക് ഫുഡ് തേടി പുറത്തേക്ക് പോകും. Where they went out, they used to advise their chicks. അവർ പോകാൻ നേരത്ത് എന്താ പറയുന്നത്, അവരവരുടെ ചിക്സിനോട് പറയും, നിങ്ങൾ പുറത്തേക്ക് പോകരുത്, എന്താ പറയുക, പുറത്തൊന്നും പോകരുത്, കുറുമ്പൊന്നും. നമ്മളോട് പറയില്ലേ, നമ്മൾ കൊച്ചു കുട്ടികളോട് പറയില്ലേ കുറുമ്പ് കാണിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പുറത്തു പോയില്ലേ, അതുപോലെ കാക്കയും തന്റെ കുഞ്ഞുങ്ങളോട് എന്ത് പറയും, ദേ യൂസ് ടു അഡ്വൈസ് ദർ ചിക്സ് നോട്ട് ടു മൂവ് ഔട്ട്, പുറത്തേക്കൊന്നും പോകരുതെന്ന് പറയും. ടു സീ ഹൗ ദ വേൾഡ് ഔട്ട്സൈഡ്, പുറം ലോകം കാണാനായിട്ട് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങരുത്, കാരണം നിങ്ങൾ കുഞ്ഞുങ്ങളാണ്, അപ്പൊ നിങ്ങളൊന്നും പുറത്തേക്ക് ഒറ്റയ്ക്ക് പോകാറായിട്ടില്ല എന്ന് പറയും. The lost its sorry. One day, one of the chicks stepped out to see how the world outside.
എന്നാല് ഈ കാക്കയുടെ കുഞ്ഞുങ്ങൾ ഒരാൾക്ക് ഒരു ദിവസം ഒന്ന് പുറലോകം കാണണമെന്ന് തോന്നി. പുറത്തോട്ടൊക്കെ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, അവിടെയൊക്കെ കണ്ടാൽ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ തോന്നി. ഔട്ട്സൈഡ് ആൻഡ് ലുക്ക് ലൈക്ക്. അങ്ങനെ എന്ത് ചെയ്തു, ആ കാക്ക കുഞ്ഞ് പുറത്തേക്ക് പറന്നുപോയി. They lost his balance and fell into thick grass. എന്തേനോ ആ എന്നിട്ട് ഗ്രാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പുല്ല്. അപ്പൊ ആ പുല്ലിലേക്ക് ഈ കാക്കക്കുഞ്ഞ് വീഴുകയാണ്. ലക്ലി ഇറ്റ് എസ്കേപ്പ് വിത്ത് എ ബ്രോക്കൺ ലെഗ്. ഭാഗ്യവശാല് ഒരു കാൽ ഒടിഞ്ഞു, എങ്കിലും അത് രക്ഷപ്പെട്ടു. Thereafter the chick never tried to disobey his parents. അതിനുശേഷം ഒരിക്കലും ആ കാക്കക്കുഞ്ഞുങ്ങള് അവരുടെ പാരന്റ്സിനെ അനുസരിക്കാതെ ഇരുന്നിട്ടേ ഇല്ല. ഇതിനകത്ത് ഒരു മോറൽ എന്ന് പറയുന്നത്, obedience is listening to our parents and teachers and doing what they tell us. നമ്മളെന്താ അനുസരണ, ഇതിനകത്ത് ശരിക്കും വരുന്നത് അനുസരിക്കുക. അനുസരണ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അനുസരണ എന്താണ്, ഒരു നല്ല ശീലമാണ്. അതെന്താണ്, പാരന്റ്സിനെയും ടീച്ചേഴ്സിനെയും ഒക്കെ നമ്മൾ അനുസരിക്കണം. obedience shows our respect for others. എങ്ങനെയാണ് മറ്റുള്ളവരെ ബഹുമാനിക്കാൻ നമ്മൾ പഠിക്കുന്നത്. നമ്മുടെ റെസ്പെക്ട്, അവരെ നമ്മളുടെ ബഹുമാനം അവരോട് നമ്മൾ കാണിക്കുകയാണ്. വി വുഡ് ഓൾവേസ് ലിസൺ ടു ദ ഗുഡ് അഡ്വൈസ് ഓഫ് അതേഴ്സ്. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കുട്ടികളാകുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ മറ്റുള്ളവർ പറയുന്നൊക്കെ നന്നായി കേൾക്കണം, മറ്റുള്ളവരെ മറ്റുള്ളവർ എന്ന് പറയുന്നത് പാരന്റ്സ്, ടീച്ചേഴ്സോ അങ്ങനെ മുതിർന്നവർ പറയുന്നത് നമ്മൾ അംഗീകരിക്കണം. അവർ പാരന്റ്സ് ആൻഡ് ടീച്ചേഴ്സ് ലവേഴ്സ്. നമ്മുടെ പാരന്റ്സും ടീച്ചേഴ്സും നമ്മളോട് ഭയങ്കര സ്നേഹമുള്ളവരാണ്. ദേ വാണ്ട് ടു ബി ഹാപ്പി. നമ്മൾ സന്തോഷമായിട്ടിരിക്കാനാണ് അവരെപ്പോഴും വിചാരിക്കുന്നത്. ദേ ടെൽ us to do certain things because they want to good people. നമ്മളോട് ചില കാര്യങ്ങളൊക്കെ പാരന്റ്സും ടീച്ചേഴ്സും ഒക്കെ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മൾ നല്ല കുട്ടികളായിട്ടിരിക്കാൻ. ഇതിന്റെ മോറൽ വരുന്നത് എന്താണ്, ഓൾവേസ് ഒബേ അവർ പാരന്റ്സ് ആൻഡ് ടീച്ചേഴ്സ്, ഇറ്റ് വിൽ ഹെൽപ്പ് യു ടു ബി ഹാപ്പി. ഓൾവേസ് ഒബേ യുവർ പാരന്റ്സ്. നമ്മുടെ പാരന്റ്സിനെയും ടീച്ചേഴ്സിനെയും നിങ്ങൾ അനുസരിക്കണം. എന്താണ്, അത് നിങ്ങൾ കൂടുതൽ ഹാപ്പി ആയിരിക്കാനായിട്ട് നിങ്ങളെ സഹായിക്കും. താങ്ക് യു ഓൾ. നിങ്ങൾക്ക് മനസ്സിലായോ? താങ്ക് യു മിസ്. നന്നായിട്ട് പ്രസന്റ് ചെയ്തു കേട്ടോ. ഇത് കാണിക്കണ്ടേ, കാണിക്കണോ മിസ്സേ? എഴുതിയത് ഇങ്ങനെ റെക്കോർഡ്. കുഴപ്പമില്ല, അത് മനസ്സിലായടാ, എഴുതിയിട്ടുണ്ട്, മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, ഓക്കെ മിസ്, താങ്ക് യു. നെക്സ്റ്റ് ഹിസ്റ്റോറിക്കൽ ഓർ മിത്തോളജി സ്റ്റോറി. ആരാ? സനാഫ്. Yes, ma'am. പ്രസന്റ് ചെയ്യാടാ. Okay. Once the Adam and Eve. എന്താണ്? The Adam and Eve heading story heading. കേറില്ലടാ. Historical അല്ലേ? Adam and Eve. സ്റ്റോറി. Adam and Eve. പ്രസന്റ് ചെയ്യാൻ പറ്റും? ഞാൻ ട്രൈ ചെയ്യാം. ഞാൻ വീഡിയോ ഉണ്ടാക്കണ്ടല്ലോ. അല്ല, ക്യാമറ ഷിഫ്റ്റ് ചെയ്തിട്ട് ആ ഇമേജസ് ഒക്കെ കാണിച്ചിരിക്കുകയാണെങ്കിൽ. ശരി ശരി. ഇവിടെ ഓക്കെ, ഇമേജസ് ഒക്കെ ഒന്ന് ക്ലിയർ ആയിട്ട് കാണിച്ചു കേട്ടാ. ആദം ആൻഡ് ഈവ് ആണ്. ഓരോ പാർട്ട് വൈസ് ആണ് പിക്ക് ഉള്ളത്. ഇത്രേ ഉള്ളൂ. പ്രസന്റ് ചെയ്തോട്ടാ. Okay. Once upon a time, in a wonderful place called the Garden of Eden, lived Adam and Eve. പണ്ട് ഏദൻ എന്ന ഗാർഡനിലെ ആദമും ഈവനും ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. They were the first humans that God has created and had everything they need in a paradise filled with beautiful flowers, tall trees and friendly animals. ആദമും ഈവുമാണ്
ഗോഡ് ഉണ്ടാക്കിയ ആദ്യത്തെ ഹ്യൂമൻസ്, മനുഷ്യന്മാര്, അവർക്ക് അവിടെ സ്വർഗം പോലെയായിരുന്നു. ഒരുപാട് ഫ്ലവേഴ്സും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സും വലിയ വലിയ മരങ്ങളും പിന്നെ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ആനിമൽസും അവർക്ക് അവിടെ ഉണ്ടായിരുന്നു. ഗോഡ് ഹു ഹാഡ് ക്രിയേറ്റ് എവറിത്തിങ് ആൻഡ് given Adam and Eve one important role. They were allowed to eat the fruit from any of the trees in the garden, except for the trees of knowledge. ഗോഡ് അവർക്ക് അവിടെ എല്ലാത്തിനും ഫ്രീഡം ഉണ്ടായിരുന്നു. ബട്ട് ഗോഡ് അവർക്കൊരു റൂൾ നിയമിച്ചു. അവർക്ക് അവിടുത്തെ എല്ലാ പഴങ്ങളും എല്ലാ കാര്യങ്ങളും ഉപയോഗിക്കാം. ബട്ട് ട്രീ ഓഫ് നോളജ് പറഞ്ഞ ട്രീയിലത്തെ ഫ്രൂട്ട് മാത്രം കഴിക്കരുത് എന്നുള്ള ഒരു നിബന്ധന ദൈവം അവർക്ക് വെച്ചു. This was a special test for Adam and Eve to see if they would obey God's rule. ഇത് ആദമിനും ഈവിനും ഒരു ടെസ്റ്റ് ആയിരുന്നു. ദൈവത്തിന്റെ ആജ്ഞ അവരനുസരിക്കുന്നുണ്ടോന്ന് ദൈവം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് റൂൾ നിയമിച്ചതാണ്. One day a sly serpent slithered over and started talking to Eve. It told her that if she ate the fruit from the tree of knowledge, she would become wise just like God. Eve was tempted by what the serpent had said and she decided to take a bit from the fruit. ഒരു ദിവസം ഒരു സർഫന്റ് വന്നിട്ട് ഈവിനോട് പറഞ്ഞു, നീ ഈ നോളജ് ട്രീത്തെ ഫ്രൂട്ട് കഴിച്ചാലേ ദൈവത്തിന്റെ പോലെ ആവും, അതുകൊണ്ട് തന്നെ നീ ആദ്യത്തെ ഫ്രൂട്ട് കഴിക്കണം. അത് കേട്ടപ്പോ ഈവിന് തോന്നി, എന്തുകൊണ്ട് ആ ഫ്രൂട്ട് കഴിച്ചുകൂടാ, എനിക്കും അതുപോലെ ആവാലോ എന്നുള്ളൊരു തോട്ട് ഈവിന് വന്നു. Eve then offered some of the fruit to Adam to taste. Eve and also took a bite. ഈവ് അത് ആദമിനും കഴിക്കാൻ കൊടുത്തു. എന്നിട്ട് ഈവും അത് കഴിച്ചു. Suddenly Adam and Eve felt very different. They realized that they were both named and felt ashamed. God saw that they were hiding and asked why they were afraid. ആദമിനും ഈവിനും ഒരു ഡിഫറെന്റ് ആയിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങി. അവര് നാക്കഡായി, ശരീരത്തിൽ ഒരു ഡ്രസ്സും ഇല്ലാതെ അവർക്ക് ഓരോ ആലോചിച്ചിട്ട് തന്നെ ഷെയിം, മോശമായിട്ട് തോന്നി തുടങ്ങി. Adam and Eve attempt that they had eaten the forbidden fruit from the tree of knowledge. God explained that their decision to disobey him and consequence that they would now have to face. ആദമും ഈവും വിലക്കപ്പെട്ട ഫ്രൂട്ട് കഴിച്ചു. ആ നോളജ് ട്രീത്തെ വിലക്കപ്പെട്ട ഫ്രൂട്ട്സ് ആദമും ഈവും കഴിച്ചു. അതുകൊണ്ട് തന്നെ ഗോഡ് പറഞ്ഞു, ഗോഡിന്റെ ആജ്ഞ അനുസരിക്കാത്തത് കൊണ്ട് തന്നെ അതിന്റെ കോൺസിക്വൻസ്, അതിന്റെ പരിണിത ഫലം അവർ അനുഭവിക്കണം എന്ന് പറഞ്ഞു. They would have to leave the Garden of Eden and live in an imperfect world. അങ്ങനെ ഈദും ഏവും ആ സ്വർഗമായിരുന്ന ആ ഗാർഡന്, ഏദൻ എന്ന ഗാർഡന് അവര് സാധാ ഇംപെർഫെക്റ്റ് ആയ ഒരു പെർഫെക്റ്റ് അല്ലാത്ത വേൾഡിലേക്ക് അയക്കപ്പെട്ടു. Before Adam and Eve left paradise, God placed a special angel with a flaming sword at the entrance to the Garden of Eden. This angel was left to the garden, the tree of life, which had the power to grant eternal life. ആദമും ഈവും ആ പാരഡൈസിൽ നിന്ന് തിരിച്ചു പോന്നു. ലെഫ്റ്റ് പോകുന്ന സമയത്ത് ഗോഡ് അതിന്റെ എൻട്രൻസ്, ആ ഏദം എന്ന ഗാർഡന്റെ എൻട്രൻസിൽ ഒരു ഏഞ്ചലിനെ നിയമിച്ചു. It was a reminder that even though Adam and Eve could never return to the Garden of Eden, God's love and protection would always be with them. ഇതൊരു റിമൈൻഡർ ആണ്. എന്തിന്? ഇനി ആദമും ഈവും തിരിച്ച് ഇങ്ങോട്ട് വരില്ല. ഇനി അവരെന്നും ആ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള വേൾഡിൽ ജീവിക്കണം. പക്ഷെ ദൈവത്തിന്റെ സ്നേഹവും പ്രൊട്ടക്ഷനും ഒക്കെ അവരുടെ മേലുണ്ടായിരുന്നു. The story of Adam and Eve teach us that breaking the rule has consequence. ഈ
സ്റ്റോറി. ഈ സ്റ്റോറി ആദമിനെയും ഈവിനെയും പഠിപ്പിച്ചത് റൂൾസ് ബ്രേക്ക് ചെയ്താലേ അതിന്റെ പരിണിത ഫലം നമ്മൾ അനുഭവിക്കന്നെ വേണം. Even when we make mistake, we know that God love will always be there to help and guide us. നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും ദൈവത്തിന്റെ സ്നേഹവും നമ്മളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. ദൈവം നമ്മളെ ഗൈഡ് ചെയ്യാൻ എപ്പോഴും ഉണ്ടാവും. താങ്ക് യു. ഓക്കെ, നല്ലായിരുന്നു കേട്ടോ. താങ്ക് യു മിസ്. മറ്റു മായ ചെയ്ത പോലെ ആണുള്ളത്, ഫസ്റ്റ് ഇതായതുകൊണ്ട് ഒരു ടെൻഷനും അത് വിറയലും. കുഴപ്പമൊന്നുമില്ല. ഓരോരുത്തർ ഈ സഡൻ ആയിട്ട് പറയുമ്പോ എങ്ങനെ പ്രസന്റ് ചെയ്യാനൊക്കെ വളരെ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, പെട്ടെന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ നിങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് സെറ്റ് ആയിട്ട് വരും. മിസ് Ma'am. ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റോറി ഒന്ന് മലയാളത്തിൽ ഞാൻ പ്രസന്റ് ചെയ്തോട്ടെ. ഞാൻ നേരത്തെ റീഡ് ചെയ്തില്ലേ, സമയം ഉണ്ടെങ്കിൽ മതി, അല്ലെങ്കിൽ വേണ്ട. അല്ലെങ്കിൽ വേണ്ട. ഞാൻ ജസ്റ്റ് റീഡ് ചെയ്യാനാ പറഞ്ഞതെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വായിച്ചു പോയത്. പ്രസന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മള് അത് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ കുഴപ്പമില്ല. കുഴപ്പമില്ല, പ്രസന്റ് ചെയ്തോട്ടാണ്. പിന്നെ കാണാനാണോ മാം? ക്യാമറ ബുക്സ് ഒക്കെ കാണുന്നത്. എന്നെ കാണാനില്ല അല്ലേ? ഇല്ല. ഒരു മിനിറ്റ് കേട്ടോ, ക്യാമറ തിരിച്ചു ക്യാമറ തിരിച്ചു നോക്കട്ടെ. പ്രസന്റ് ചെയ്തോട്ടോ. മലയാളത്തിലാ പറഞ്ഞ, കാരണം നേരത്തെ ഇംഗ്ലീഷിൽ ഫുള്ള് റീഡ് ചെയ്തതാ. അപ്പൊ ജസ്റ്റ് മലയാളത്തിൽ പറയാം. Good afternoon, children. How are you? Today, I will tell you a moral story. It's an interesting story. I want to tell you a good moral from this story. ഞാൻ ഇന്ന് നല്ല മനോഹരമായിട്ടുള്ള ഒരു മോറൽ സ്റ്റോറി പറഞ്ഞുതരാം. ഒരിക്കല് ഒരു മനോഹരമായ ഒരു വില്ലേജ് ഉണ്ടായിരുന്നു. അവിടെ ഒരു ടെമ്പിൾ ഉണ്ട്. ആ ടെമ്പിളില് ഒരു ചെറിയൊരു എലിഫന്റ് അവിടുത്തെ ഭക്തരെ എന്നും അനുഗ്രഹിക്കാനാണ് അത് അവിടെ നിൽക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ എലിഫന്റിനെ, നല്ല ബ്യൂട്ടിഫുൾ ആണ്. അപ്പോൾ എന്നും അമ്പലത്തിൽ വരുന്ന എല്ലാവരും ഈ എലിഫന്റിന്റെ കയ്യിൽ നിന്നും അനുഗ്രഹം വാങ്ങിക്കും. അപ്പൊ ഈ നാട്ടിലെ എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ഒരു എലിഫന്റ് ആണത്. ആ എലിഫന്റ് പോകുക എന്നും വൈകുന്നേരം കുളിക്കാനായിട്ട് ഒരു പോണ്ടിലേക്ക് പോകുന്ന വഴി ഒരു തയ്യൽക്കാരന്റെ കടയുണ്ട്, തുണിയൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന ഒരു ടൈലറിങ് ഷോപ്പ്. അവിടെ തയ്യൽക്കാരൻ വളരെ ബിസി ആയിട്ട് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഡെയിലി നമ്മുടെ എലിഫന്റ് അവിടെ നിന്നും ഓരോ പഴം എലിഫന്റിന് ആ തയ്യൽക്കാരൻ കൊടുക്കും. അപ്പൊ കുളി കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴി എലിഫന്റ് തന്റെ ട്രങ്ക് നീട്ടിയിട്ട് ഈ തയ്യൽക്കാരന്റെ കയ്യിൽ നിന്നും ബനാന വാങ്ങിക്കും. അപ്പൊ അത്രയും ഇഷ്ടമാണ് എല്ലാവർക്കും. പക്ഷെ ഒരു ദിവസം, ഇത് എന്നും നടക്കുന്ന ഒരു പരിപാടിയാണ്, പക്ഷെ ഒരു ദിവസം തയ്യൽക്കാരന്റെ മൂഡ് ശരിയല്ലായിരുന്നു. ആള് കടയിൽ വന്ന ഒരു കസ്റ്റമറായിട്ട് വഴക്കിട്ടിരിക്കുന്ന സമയമായിരുന്നു. പതിവ് പോലെ വൈകുന്നേരമായപ്പോൾ നമ്മുടെ ആനക്കുട്ടി കുളിക്കാനായിട്ട് പോയി തിരിച്ചു വരുമായിരുന്നു. പക്ഷേ തൻ്റെ തുമ്പിക്കൈ തിരിച്ചു വരുന്ന വഴിക്ക് തയ്യൽക്കാരന്റെ കടയിലേക്ക് നീട്ടിയപ്പോൾ തയ്യൽക്കാരൻ നല്ല മൂഡിലല്ല. അപ്പോൾ ദേഷ്യം വന്നു തയ്യൽക്കാരന്. എന്നും കൊടുക്കുന്നത് പോലെ ബനാനയൊന്നും കൊടുത്തില്ല. പകരം എന്ത് ചെയ്തെന്നോ, തൻ്റെ കയ്യിലുള്ള സൂചി കൊണ്ട് ഒരു കുത്ത് വെച്ചു കൊടുത്തു ആ എലിഫന്റിന്റെ തുമ്പിക്കൈമേ. അയ്യോ പാവ എലിഫന്റ് വേദനിച്ചു അല്ലേ? ഒന്നും മിണ്ടിയില്ല. വളരെ വിഷമത്തോടു കൂടി നമ്മുടെ എലിഫന്റ് തിരിച്ച് പോയി. അപ്പോൾ പക്ഷെ എലിഫന്റിന്റെ മൈൻഡില് ഒരു കാര്യമുണ്ട്. നമുക്ക് നെക്സ്റ്റ് ഡേ എന്താ ചെയ്തതെന്ന് നമുക്ക് കാണാം. പിറ്റേത് ദിവസമായപ്പോ എലിഫന്റ് ഇതുപോലെ തന്നെ വൈകുന്നേരം എന്നും കുളിക്കാൻ പോകുന്ന പോലെ തന്നെ പോണ്ടിലേക്ക് പോയി തിരിച്ചു വരുമായിരുന്നു. തിരിച്ചു വരുന്ന സമയത്ത് ഒന്ന് കരുതിയിരുന്നു തന്റെ കയ്യിൽ. എന്താണെന്ന് വെച്ചാ ഒരു മഡി വാട്ടർ, ഒരു പോണ്ടിന്റെ അടുത്ത് വേറൊരു മഡി വാട്ടർ ഉണ്ടായിരുന്നു. അവിടെ നിന്നും കുറച്ച് മഡി വാട്ടർ തന്റെ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു, തുമ്പിക്കൈയില്. തിരിച്ചു പോകുന്ന വഴി എന്നും ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ തയ്യൽക്കാരന്റെ ഷോപ്പിൽ വന്നിട്ട് തുമ്പിക്കൈ നീട്ടി. തുമ്പിക്കൈ നീട്ടിയപ്പോൾ ആ സമയത്ത് തയ്യൽക്കാരൻ എന്താ ചെയ്യുന്ന വെച്ചാൽ തന്റെ തുണികളൊക്കെ നന്നായിട്ട് അയേൺ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ഭംഗിയായി വെച്ചിരിക്കുകയായിരുന്നു. ആന തന്റെ കയ്യിലുള്ള മഡി വാട്ടർ സ്പ്രേ ചെയ്തു. അപ്പൊ അവിടെയുള്ള തുണികളൊക്കെ ആകെ മുഷിഞ്ഞു, ചെളി പിടിച്ചു.
ആകെ ബുദ്ധിമുട്ടായി. അപ്പൊ തയ്യൽക്കാരന് മനസ്സിലായി എന്താ സംഭവിച്ചതെന്ന് വെച്ചാ തലേ ദിവസം താൻ ആനയെ വേദനിപ്പിച്ചിരുന്നു. അപ്പൊ അതിന് പകരമായിട്ട് അതുപോലെ തന്നെ തിരിച്ച് തനിക്കും പണി തന്നതാണെന്നുള്ളത് തയ്യൽക്കാരന് മനസ്സിലായി. തയ്യൽക്കാരൻ ആനയോട് സോറിയൊക്കെ പറഞ്ഞു, ഇനി ഇങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു. കുട്ടികളെ ഇതിന് എന്താണ് മനസ്സിലായത്? അതായത് നമ്മള് എങ്ങനെ മറ്റുള്ളവരോട് പെരുമാറുന്നുവോ അതുപോലെ തിരിച്ച് അവർ നമ്മളോട് പെരുമാറും. നമ്മൾ നല്ല രീതിയിൽ നമ്മളോട് മറ്റുള്ളവർ പെരുമാറണമെന്ന് ആഗ്രഹിച്ചാൽ നമ്മൾ തിരിച്ചും അതുപോലെ തന്നെ പെരുമാറണം. ഇതാണ് ഈ കഥയിലെ ഗുണപാഠം. താങ്ക് യു മാം. നന്നായിരുന്നു കേട്ടാ, നന്നായിരുന്നു കേട്ടാ. താങ്ക് യു മാം. മാം മിത്തോളജിക്കൽ സ്റ്റോറി ഒന്ന് വായിക്കട്ടെ. മിത്തോളജിക്കൽ സ്റ്റോറി വായിക്കുന്നുണ്ടോ? ആരാണത്? ഞാൻ നിഷ. ഓക്കെ, കാണിച്ചു തരണ്ടേ? ആദ്യം വായിച്ചിട്ട് കാണിച്ചു തന്നാ മതിയോ? എന്തായാലും കുട്ടികളുടെ അടുത്ത് പറയുന്ന പോലെ പറയണ്ടേ? ഓക്കെ. ഗുഡ് ആഫ്റ്റർനൂൺ എവറിബഡി, മൈ ഡിയർ ചിൽഡ്രൻ. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഒരു പുരാണ കഥയാണ്. മിത്തോളജിക്കൽ സ്റ്റോറി, ദ സ്വീറ്റ് കോമ്പറ്റീഷൻ ബിറ്റ്വീൻ ഗണപതി ആൻഡ് മുരുകൻ. പുരാണ കഥയിലെ ശിവന്റെയും പാർവതിയുടെയും മക്കളായ ഗണപതിയുടെയും മുരുകന്റെയും ഒരു രസകരമായ സ്റ്റോറിയാണ്. അപ്പൊ നമുക്ക് തുടങ്ങാം. One day, Lord Shiva and Parvati decided to test their sons' wisdom and devotion. ഒരു ദിവസം ശിവനും പാർവതിയും അവരുടെ മക്കളായ ഗണപതിയെയും മുരുകന്റെയും വിസ്ഡം ആൻഡ് ഡിവോഷൻ, അതായത് ഭക്തിയും ബുദ്ധിശക്തിയും പരീക്ഷിക്കാനായിട്ട് തീരുമാനിച്ചു. ശിവ ആൻഡ് പാർവതി summoned both brothers and said, summoned means വിളിച്ചു വരുത്തുക, അവരുടെ മക്കളെ അവരുടെ അടുത്തേക്ക് വിളിച്ചു വരുത്തി. ശിവ ആൻഡ് പാർവതി summoned both brothers and said, whoever circumambulates the universe 3 times and return first shall be granted a divine fruit, the sweet of knowledge. ശിവനും പാർവതിയും മക്കളെ അടുത്തേക്ക് വിളിച്ചു വരുത്തി അവരോടായിട്ട് പറഞ്ഞു, എന്ത്? ആരാണ് സർക്കുംബ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റി വരുന്നത്? എന്തിനെ? യൂണിവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകം ആരാണ് 3 പ്രാവശ്യം 3 times ചുറ്റി വരുന്നത്? ആരാണോ ആദ്യമായിട്ട് ചുറ്റി തിരിച്ചെത്തുന്നത് അവർക്ക് ഒരു ഡിവൈൻ ഫ്രൂട്ട് ഞങ്ങൾ നൽകും. ഡിവൈൻ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ വളരെ പരിശുദ്ധമായ ഒരു പഴം എന്നാണ് അർത്ഥം. ആ പരിശുദ്ധമായ ഫ്രൂട്ട് എന്ന് പറയുന്നത് സത്യത്തിൽ സ്വീറ്റ് ഓഫ് നോളജ്, അറിവിന്റെ ഒരു പഴമാണ്, ഒരു മധുരമാണ് ഞങ്ങൾ നൽകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. മുരുകൻ കോൺഫിഡന്റ് ഇൻ ഹിസ് സ്പീഡ് മൗണ്ടഡ് ഹിസ് പീകോക്ക് വെഹിക്കിൾ ആൻഡ് ടുക്ക് ഓഫ്. ഇത് കേട്ടതും മുരുകൻ വളരെയധികം സ്പീഡില് മുരുകന്റെ വാഹനമായ മയിലിനെ, പീകോക്കിനെ പുറത്ത് കയറി ടുക്ക് ഓഫ് ചെയ്തു, അതായത് അവിടെ നിന്ന് പറന്നു. എന്തിനു വേണ്ടി? ലോകം ചുറ്റി വരുന്നതിന് വേണ്ടി. ബട്ട് ഗണപതി circumambulated his parents 3 times saying, my parents are the universe and I have traveled around them. ഗണപതി പറഞ്ഞു, ഈ ലോകം എന്ന് പറയുന്നത് എൻ്റെ അച്ഛനും അമ്മയുമാണ്, അതായത് ശിവനും പാർവതിയും. അവരെ 3 പ്രാവശ്യം ചുറ്റി വരുന്നതാണ് ഈ ലോകം കറങ്ങുന്നതിന് ഏറ്റവും ഈക്വൽ ആയിട്ടുള്ള, അതായത് സമാനമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് ഞാൻ എൻ്റെ പാരൻസിനെ 3 പ്രാവശ്യം വലം വെക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞ് ഗണപതി ശിവനെയും പാർവതിയെയും 3 പ്രാവശ്യം വലം വെച്ചു. ശിവ ആൻഡ് പാർവതി ഇംപ്രസ്ഡ് ബൈ ഗണപതിസ് വിസ്ഡം. ശിവനും പാർവതിയും ഗണപതിയുടെ ബുദ്ധിപരമായ നീക്കത്തിൽ അല്ലെങ്കിൽ ബുദ്ധിശക്തിയിൽ വളരെയധികം ആകൃഷ്ടരായി. ഇംപ്രസ്ഡ് എന്ന് പറഞ്ഞാൽ ആകൃഷ്ടമാവുക, അല്ലെങ്കിൽ വളരെയധികം ഗണപതിയോട് ബുദ്ധിവൈഭവത്തിൽ അത്രയ്ക്കധികം താല്പര്യം തോന്നുക. യു ഹാവ് അണ്ടർസ്റ്റുഡ് ദി ട്രൂ മീനിങ് ഓഫ് ദി ടാസ്ക് ദേ സെഡ്. പാർവതിയും ശിവനും പറഞ്ഞു, ഈ
കോമ്പറ്റീഷൻ വെച്ചതിന്റെ അല്ലെങ്കിൽ ഈ ടാസ്ക് വെച്ചതിന്റെ യഥാർത്ഥ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം, ഞങ്ങൾ എന്താണോ ഉദ്ദേശിച്ചത് അത് മനസ്സിലായത് ഗണപതിക്കാണ്. മുരുകൻ റിട്ടേൺ and learned that ഗണപതി had already completed the task. മുരുകൻ തിരിച്ചെത്തിയപ്പോൾ മയിലിന്റെ പുറത്ത് ഈ ലോകം മുഴുവൻ 3 പ്രാവശ്യം വളരെ സ്പീഡായിട്ട് വേഗത്തിൽ കറങ്ങി തിരിച്ചെത്തിയപ്പോൾ മുരുകന് മനസ്സിലായി എന്ത്? ഗണപതി ഓൾറെഡി ഈ മത്സരം കംപ്ലീറ്റ് ആക്കി എന്ന്. ഹി റിയലൈസ്ഡ് എന്ന് പറഞ്ഞാൽ മുരുകൻ സത്യങ്ങൾ തിരിച്ചറിഞ്ഞു അല്ലെങ്കിൽ യഥാർത്ഥ കാര്യം മനസ്സിലാക്കി. എന്ത്? വിസ്ഡം ആൻഡ് ഡിവോഷൻ വേർ മോർ ഇമ്പോർട്ടന്റ് ദാൻ ഫിസിക്കൽ സ്ട്രെങ്ത്. ഭക്തിയും അതുപോലെ ബുദ്ധിയും ഫിസിക്കൽ സ്ട്രെങ്തിനേക്കാളും ശാരീരികമായിട്ടുള്ള ആരോഗ്യത്തെക്കാളും മോർ ഇമ്പോർട്ടന്റ് ആണ്, വളരെയധികം പ്രധാനപ്പെട്ടതാണ് എന്നുള്ള സത്യം മുരുകൻ മനസ്സിലാക്കി. ശിവ ആൻഡ് പാർവതി ഗിഫ്റ്റഡ് ഗണപതി ദി സ്വീറ്റ് ഓഫ് നോളജ്. ശിവനും പാർവതിയും ഗണപതിക്ക് സ്വീറ്റ് ഓഫ് നോളജ് എന്ന ആ ഡിവൈൻ ഫ്രൂട്ട് സമ്മാനമായി നൽകി. വിച്ച് ഗ്രാൻഡഡ് ഹിം അൺപാരൽഡ് വിസ്ഡം. അൺപാരൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാനതകളില്ലാത്ത ബുദ്ധിശക്തി അനുഗ്രഹമായി ശിവനും പാർവതിയും ഗണപതിക്ക് നൽകുകയും ചെയ്തു. ഇതാണ് നമ്മള് ഇന്ന് പറഞ്ഞ സ്റ്റോറി, മിത്തോളജിക്കൽ സ്റ്റോറി, പുരാണ കഥ. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത്? നമ്മള് ഒരാളുടെ ഫിസിക്കൽ സ്ട്രെങ്തോ അല്ലെങ്കിൽ ഫിസിക്കലായിട്ടുള്ള ആകാര ഭംഗിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെക്കാൾ നമ്മൾക്ക് സാഹചര്യത്തിനനുസരിച്ച് എന്താണോ റിയൽ ആയിട്ടുള്ള കാര്യം എന്ന് മനസ്സിലാക്കാനുള്ള ഒരാളുടെ കഴിവാണ് മോർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ട് എന്ന്. എല്ലാവർക്കും ഇഷ്ടമായി സ്റ്റോറി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു മൈ ഡിയർ ചിൽഡ്രൻ. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു മാം. നന്നായിരുന്നു കേട്ടോ. ഇത് കാണിച്ചു തരണ്ടേ മാം? കൺസ്പ്രസ് ചെയ്തോട്ടാ. ഓക്കെ. അയ്യോ, ക്യാമറ ഓണാവണില്ല മാം. അത് കുഴപ്പമില്ല, ഞങ്ങൾക്ക് മനസ്സിലായി. നോക്കട്ടാ. അഖില കേസ്. അഖില മിസ്. ഫസ്റ്റ് ചെയ്യൂലേടാ പിക്ചോറിക്കൽ സ്റ്റോറി ഓക്കെ. ചെയ്യില്ലേ? ക്യാമറ തിരിച്ചു വെക്ക്. അയ്യോ, ഇതെങ്ങനെയാ തിരിക്കുക? ക്യാമറ ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്തിട്ട് ഇമേജ്. ഓക്കെ ഓക്കെ. ഇതാണ് വരച്ചതാണാ? അതെ മിസ്. ഓക്കെ, നല്ല രസമുണ്ട് കേട്ടാ, നല്ല രസമുണ്ട്. ഫസ്റ്റ് പിക്ചർ, ഇത് സെക്കൻഡ് പിക്ചർ, ഇത് തേർഡ്, ഇത് ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്. ഓക്കെ, സ്റ്റോറി പ്രസന്റ് ചെയ്യൂലേ മോൻ? പ്രസന്റ് ചെയ്യാം മിസ്. ഗുഡ് ആഫ്റ്റർനൂൺ ചിൽഡ്രൻസ്. ഹൗ ആർ യു മൈ ബേബീസ്? ഇന്ന് നമുക്കൊരു പിക്ടോറിയൽ സ്റ്റോറിക്ക് കേൾക്കാം. ഫസ്റ്റ് പിക്ചർ, ഒരു കാക്ക പറന്നു പോകുന്നതാണ്. വൺസ് ഇൻ ദി മന്ത് ഓഫ് സമ്മർ, a thirsty crow was flying here and there in searching of water. ഒരു സമ്മർ മന്ത് എന്ന് വെച്ചാൽ ചൂടുള്ള സമയത്ത് ഒരു കാക്ക ദാഹിച്ച് വെള്ളം അന്വേഷിച്ച് നടക്കുകയാണ്. സഡൻലി ഹി വാസ് എ ജഗ് വിത്ത് എ വെരി സ്മോൾ എമൗണ്ട് ഓഫ് വാട്ടർ. പെട്ടെന്ന് കാക്ക എന്ത് കണ്ടു? ഒരു ജഗ് കണ്ടു. അതിൽ ചെറിയ എമൗണ്ട്, കുറച്ച് വാട്ടറേ അതിലുണ്ടായിരുന്നുള്ളൂ, വെള്ളമേ ഉണ്ടായിരുന്നുള്ളൂ. വെൻ ഹി tried to drink the water, he could not do so as the level of water was very low. എത്ര ശ്രമിച്ചിട്ടും കാക്കയ്ക്ക് വെള്ളം കുടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, കുറച്ച് എമൗണ്ട് അല്ലേ അതിൽ കാണുന്നുള്ളൂ. ദി ക്രോ വാസ് വെരി ക്ലിയർ ആൻഡ് ഹി ഹിറ്റ് അപ്പോൺ എ ഐഡിയ. പെട്ടെന്ന് കാക്കയ്ക്ക് ഒരു ഐഡിയ കിട്ടി. ഹി
collected some pebbles and drops them into the jug. പെട്ടെന്ന് എന്താണ് ഐഡിയ കിട്ടിയത്? കുറച്ച് കല്ലുകൾ കളക്ട് ചെയ്തിട്ട് നമ്മുടെ ജഗിൻ്റെ ഉള്ളിലേക്ക് ഇട്ട വെള്ളം പൊന്തി വരും എന്നുള്ളത് കാക്കയ്ക്ക് മനസ്സിലായി. കാക്ക എന്ത് ചെയ്തു? As the level was water rose, he quenched his thirsty early and flew away. കാക്ക പെട്ടെന്ന് കല്ലുകൾ കളക്ട് ചെയ്തിട്ട് വെള്ളത്തിൻ്റെ ജഗിൻ്റെ ഉള്ളിലേക്ക് ഇട്ടു. എന്നിട്ട് വെള്ളം പൊന്തി വന്നു. കാക്കയ്ക്ക് ദാഹം മാറുന്നവരെ കാക്ക വെള്ളം കുടിച്ചു. എന്നിട്ട് കാക്ക പറന്നുപോയി. എല്ലാവർക്കും മനസ്സിലായോ എൻ്റെ പിക്ടോറിയൽ സ്റ്റോറി? മിസ് ആദ്യത്തെ പ്രസന്റേഷൻ പെട്ടെന്നൊരു ഇതുണ്ടായിരുന്നു. സോറി. നല്ല സ്റ്റോറി ആയിരുന്നു കേട്ടോ. താങ്ക് യു മിസ്. നന്നായിട്ട് വരച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. താങ്ക് യു മിസ്. ഓക്കെ, ഇനി പിക്ചറിന്റെ സ്റ്റോറി ആരെങ്കിലും വരച്ചവരുണ്ടോ? പിക്ചറിന്റെ സ്റ്റോറി ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഓക്കെ, അതിന്റെ പ്രസന്റ് ചെയ്യണമെന്നുണ്ടോ? വേറെ ആർക്കെങ്കിലും സ്റ്റോറി പ്രസന്റ് ചെയ്യണമെന്നുണ്ടോ? വേണമെങ്കിൽ പ്രസന്റ് ചെയ്തോട്ടാടാ. പിക്ചറായാലും കുഴപ്പമൊന്നുമില്ല, പ്രസന്റ് ഒന്ന് ചെയ്യാൻ പറ്റുമോ? മാം ഞാൻ ചെയ്യാം. ഓക്കെ, പ്രസന്റ് ചെയ്തോട്ടാടാ. കാണുന്നുണ്ടോ? ഇടാം. ഒന്ന് ക്ലിയർ ആവണം. ഓക്കേടാ, കാണാട്ടാ. പ്രസന്റ് ചെയ്യുന്നുണ്ടോ? പ്രസന്റ് ചെയ്യാം. Unwise crocodile. Once a crocodile and a monkey became thick friends. നമുക്ക് ഇന്ന് ഒരു പുതിയൊരു സ്റ്റോറി ടൈം ആണ്. പുതിയൊരു സ്റ്റോറി പ്രസന്റ് ചെയ്യാം, പഠിക്കാം. അപ്പൊ അത് അൺവൈസ് ക്രോക്കഡൈൽ, ഒരു ക്രോക്കഡൈലിനെ കുറിച്ചുള്ള ഒരു സ്റ്റോറിയാണ് പറയുന്നത്. Once a crocodile and a monkey became thick friends. ഒരിക്കൽ ഒരു ക്രോക്കഡൈലും മങ്കിയും thick ഫ്രണ്ട്സ് ആയിരുന്നു. Monkey used to ride on the crocodile's back. എപ്പോഴും ക്രോക്കഡൈൽസിന്റെ പുറകിൽ നിന്ന് മങ്കി യാത്ര ചെയ്യുമായിരുന്നു, വെള്ളത്തിലൂടെ പോവുമായിരുന്നു. Monkey's family members advised him to avoid the crocodile's company. Monkeys the family members, കുടുംബാംഗങ്ങൾ അഡ്വൈസ് ചെയ്യുമായിരുന്നു ക്രോക്കഡൈൽ. മാം പിള്ളേരിച്ചിട്ട് കരച്ചിലാണ്, അതുകൊണ്ടാണ്. Advise him to avoid the crocodile's company. ക്രോക്കഡൈലുള്ള കൂട്ട്, അതായത് ഫ്രണ്ട്ഷിപ്പ് അവോയ്ഡ് ചെയ്യണമെന്ന് പറയുന്നുണ്ടായിരുന്നു. They told him do not trust him. അപ്പൊ ഒരിക്കലും വിശ്വസിക്കരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഫാമിലി മെമ്പേഴ്സ്. The monkey ate a lot of sweet gooseberries every day. എല്ലാ ദിവസവും മങ്കീസ് വന്നിട്ട് കുറെ ഗൂസ്ബെറീസ് കഴിക്കുമായിരുന്നു. അത് ക്രോക്കഡൈലിനും കൊടുക്കും. The crocodile's wife said the monkey eats sweet fruits every day. എല്ലാ ദിവസവും മങ്കി സ്വീറ്റ് ഉള്ള ഫ്രൂട്ട്സ് കഴിക്കും എന്ന് ക്രോക്കഡൈലിന്റെ വൈഫ് പറഞ്ഞു. ഇൻവൈറ്റ് ഹിം ഫോർ എ ഡിന്നർ. ഡിന്നറിന് അവൻ ഇൻവൈറ്റ് ചെയ്യണം, മങ്കി ഇൻവൈറ്റ് ചെയ്യണം എന്ന് ക്രോക്കഡൈലിന്റെ വൈഫ് ആവശ്യപ്പെട്ടു. ഐ വാണ്ട് ടു ടേസ്റ്റ് ഹിസ് ഹാർട്ട്. എനിക്ക് അവന്റെ ഹാർട്ട് ടേസ്റ്റ് ചെയ്യണം എന്ന് ക്രോക്കഡൈലിന്റെ വൈഫ് പറഞ്ഞു. അപ്പൊ സോ ഹി കുഡ് നോട്ട് സേ നോ. ക്രോക്കഡൈലിന് ഒരുപാട് ഇഷ്ടമായിരുന്നു വൈഫിനെ, അതുകൊണ്ട് അവന് നോ പറയാൻ സാധിച്ചില്ല. മങ്കി ക്ലൈംഡ് ഓൺ ദ ക്രോക്കഡൈൽസ് ബാക്ക്. ഒരു ദിവസം മങ്കിനെ കയറ്റി ക്രോക്കഡൈൽസ് ബാക്കിൽ കയറ്റിയിട്ട് നദിയിലൂടെ പോവായിരുന്നു. ഇൻ ദ മിഡിൽ ഓഫ് ദ ലേക്ക്
ഹി ആസ്ക്ഡ് ഹിം, ലേക്കിന്റെ നടുക്കെത്തിയപ്പോൾ പറഞ്ഞു, ക്രോക്കഡൈൽ പറഞ്ഞു, ഫ്രണ്ട് ടെൽ മീ വൈ ഡു യു വിഷ് ടു ടേക്ക് മീ ഹോം, എന്തുകൊണ്ടാണ് ഇന്ന് എന്നെ വീട്ടിലോട്ട് കൊണ്ടുപോകുന്നു എന്ന് പറയാമോ ഫ്രണ്ട് എന്ന് മങ്കി ക്രോക്കഡൈലോട് ചോദിച്ചു. ദ ക്രോക്കഡൈൽ സെഡ്, അപ്പൊ ക്രോക്കഡൈൽ പറഞ്ഞു, മൈ വൈഫ് വാണ്ട്സ് ടു ടേസ്റ്റ് യുവർ ഹാർട്ട്, എന്റെ വൈഫ് നിന്റെ ഹാർട്ട് ടേസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു എന്നോട്. ബിക്കോസ് യു ഈറ്റ് സ്വീറ്റ് ഫ്രൂട്ട്സ്, അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നീ ഒരുപാട് സ്വീറ്റ് ഫ്രൂട്ട്സ് കഴിക്കുന്നുണ്ട്, അപ്പോ അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞ് എന്റെ വൈഫ് എന്നോട് ആവശ്യപ്പെട്ടു നിന്നെ എന്നെ വീട്ടിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പൊ മങ്കി തോട്ട് ഫാസ്റ്റ്, വേഗം മങ്കി ചിന്തിച്ചു. He said, friend, I removed my heart and let it dry on the topmost branch of the gooseberry tree. എന്റെ ഹാർട്ട് ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്, എവിടെയാണെന്ന് വെച്ചാൽ ബ്രാഞ്ച്, ഗൂസ്ബെറി ട്രീയുടെ മുകളിലോട്ടായിട്ട്, ബ്രാഞ്ചിന്റെ ഏറ്റവും ടോപ്പിൽ ഞാൻ വെച്ചിരിക്കുകയാണ്. പ്ലീസ് ടേക്ക് മീ ടു ദ ഷോർ, എന്നെ അവിടെ എത്തിക്കുമോ, നദിക്കരയിൽ എത്തിക്കുമോ, അപ്പൊ ഞാൻ അത് എടുത്തിട്ട് വരാം എന്നാണ് പറഞ്ഞത്. ദ സ്റ്റുപ്പിഡ് ക്രോക്കഡൈൽ ടുക്ക് ഹിം ബാക്ക്, അപ്പൊ സ്റ്റുപ്പിഡായ ക്രോക്കഡൈൽ എന്ത് ചെയ്തു, വിഡ്ഢിയായ ക്രോക്കഡൈൽ അവനെ നദിക്കരയിലോട്ട് എത്തിച്ചു. മങ്കി ജംപ്ഡ് ഓൺ ദ ലാൻഡ്, വേഗം മങ്കി എടുത്ത് നദിയിൽ നിന്ന് ലാൻഡിലോട്ട് ചാടി. ആൻഡ് ക്ലൈംബ് അപ്പ് ദ ട്രീ, വേഗം മരത്തിലോട്ട് കയറി. ഹി സെഡ്, യു സ്റ്റുപ്പിഡ് ക്രോക്കഡൈൽ, ഹൂ ക്യാൻ ഡ്രൈവ് ദ ഹാർട്ട് ഔട്ട്സൈഡ്, സ്റ്റുപ്പിഡായ വിഡ്ഢിയായ ക്രോക്കഡൈൽ മുതലേ നിനക്ക് ആരെങ്കിലും നമ്മളെ ഹാർട്ട് പുറത്ത് ഉണക്കാൻ വെക്കുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഇതിന്റെ മോറൽ എന്താണെന്ന് വെച്ചാൽ, സ്റ്റുപ്പിഡ് പേഴ്സൺ കനോട്ട് ട്രിക്സ് അതേഴ്സ് എന്നാണ് ഇതിന്റെ മോറൽ. മീൻസ് ഇവിടെ മൊത്തം ബഹളമായിരുന്നു പിള്ളേരുള്ളത് അതുകൊണ്ടാണ് കേട്ടോ, ഇച്ചിരി ഡിസ്റ്റർബൻസ് ആയിട്ട് പോയതാ. നെക്സ്റ്റ് കമ്പാരിസൺ സ്റ്റോറി ആണ്. നിങ്ങൾ ആർക്കാണ് ഇഷ്ടം കമ്പാരിസൺ സ്റ്റോറി പ്രസന്റ് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവര്? മിസ് ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ ഈ സ്റ്റോറിയെ കുറിച്ച്? ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ മിസ്, ഈ സ്റ്റോറിക്കകത്ത് നമ്മൾ സ്റ്റോറി എഴുതിയതിനു ശേഷം അതിന്റെ താഴെ പിക്ചർ ഒട്ടിച്ചാൽ പ്രശ്നമുണ്ടോ? അത് ലെഫ്റ്റ് സൈഡിൽ ഒട്ടിക്കണമായിരുന്നു, ഞാൻ അങ്ങനെയാ ചെയ്ത്. പ്രശ്നമില്ലല്ലോ? അങ്ങനെയൊന്നും കുഴപ്പമില്ല കേട്ടോ, നമുക്ക് പിക്ചർ ഒട്ടിക്കുക, സ്റ്റോറി എഴുതാം, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ പിക്ചർ ഒട്ടിച്ച് റൈറ്റ് സൈഡിൽ സ്റ്റോറി എഴുതാലും അതൊന്നും പ്രശ്നമില്ല കേട്ടോ. നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച്, നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം. കമ്പാരിസൺ സ്റ്റോറി പറയോടാ? എന്നെ വിളിച്ച് കമ്പാരിസൺ സ്റ്റോറി പറയാം. സ്റ്റോറി പറയാനുള്ളത് എന്താണ്? പിന്നെ പിക്ടോറിക്കൽ സ്റ്റോറി കഴിഞ്ഞാല് നൊമാഡ് സ്റ്റോറി അല്ലേ നമുക്ക് പറയാനുള്ളത്? അതെ ശരിയാണ് നോമാൻ, അതുണ്ട് കേട്ടാ, നാടോടി കഥ, അത് ഞാൻ വിട്ടുപോയി. നൊമാഡ് സ്റ്റോറി അത് ആരാ പറയാ? ഞാൻ പറയാം മാം. ഓക്കേടാ. മാം പിക്ചർ വരച്ചതാണ് the story. The Crow and the Peacock. Once a crow saw a peacock. He wanted to look like the peacock. ഒരിക്കൽ ഒരു കാക്ക ഒരു പീക്കോക്കിനെ കണ്ടു. He wanted to look like the peacock. പീക്കോക്കിനെ കണ്ടപ്പോൾ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, കാരണം നല്ല ഭംഗിയാണല്ലോ പീക്കോക്കിനെ കാണാന്. So he gathered some peacock feathers and stuck him on his own. He looked very funny. അപ്പോ ഈ പീക്കോക്കിന്റെ പോലെ ആവാൻ വേണ്ടിയിട്ട് പീക്കോക്കിന്റെ പീലി എടുത്തിട്ട് കാക്കന്റെ ചിറകിന്റെ അവിടെ കുത്തിവെച്ചു. Then he joined a party of peacock. പീക്കോക്കിന്റെ പാർട്ടിയിൽ പങ്കെടുത്തു. ഇങ്ങനെ കുത്തി വെച്ചിട്ട് പീക്കോക്കിന്റെ പാർട്ടിയിൽ പങ്കെടുത്തപ്പോ so he went party of peacock, but they did not take any notice. ആരും അവനെ ശ്രദ്ധിച്ചില്ല, കാരണം പീക്കോക്കിന്റെ പാർട്ടിയിൽ പീക്കോക്ക് അല്ലാത്ത ഒരു പക്ഷിയാണല്ലോ പങ്കെടുത്തിട്ടുള്ളത്. Of him, so he went back to his friend. The crows, they also did not take notice.
അപ്പൊ അതിന് ശേഷം തിരിച്ചു വന്നിട്ട് കാക്കയാണല്ലോ ഓരോ ഫ്രണ്ട്സ് വരുന്നത്, ക്രൗവിന്റെ ഫ്രണ്ട്സ് വരുന്നത്. അവിടെ പോയി നിന്നപ്പോ ആരും ഇങ്ങനെ ഒരു മയിലിന്റെ പീലി വെച്ചത് ആരും നോട്ടീസ് ചെയ്തില്ല. ദ ക്രൗസ് they also did not take notice of him, became very sad. He had no friends. അപ്പൊ കാക്കക്ക് ആരും ഫ്രണ്ട്സ് ഇല്ലാത്ത പോലെ തോന്നി. കാരണം എന്താന്ന് വെച്ചാല് പീക്കോക്കിന്റെ പാർട്ടിയിൽ ചെന്നപ്പോ അവരും ശ്രദ്ധിച്ചില്ല, കാക്കന്റെ പാർട്ടിയിൽ പോയപ്പോ അവരും ശ്രദ്ധിച്ചില്ല. മോറൽ: വി ഷുഡ് നെവർ പ്രിറ്റൻഡ് ടു ബി വാട്ട് വി ആർ നോട്ട്. നമ്മൾ ഒരിക്കലും നമ്മളെ കൊണ്ട് പറ്റാത്ത ഒരു കാര്യം ചെയ്യാൻ നോക്കരുത്. അല്ലാതെ നമ്മളല്ലാത്ത വ്യക്തിനെ പോലെ അനുകരിക്കാൻ നോക്കരുത് എന്നുള്ളതാണ് മോറൽ വരുന്നത്. പെട്ടെന്നായതുകൊണ്ട് മാം ഒരു ചെറിയ ഇതുണ്ട്, ടെൻഷൻ ഉണ്ട്. ഓക്കേടാ, ഞാൻ ഈ സ്റ്റോറിയുടെ മോറൽ ഒന്നുകൂടി പറയാം. നമ്മൾ ആരാണോ എന്ന് മറക്കരുത്. നമ്മൾ മറ്റൊരാളെ പോലെ എന്ത് ചെയ്യാൻ ആവാനായിട്ട് നമ്മൾ ഒരിക്കലും ശ്രമിക്കരുത്. കാരണം നമ്മൾ എങ്ങനെയാണോ എന്നുള്ളത് അതേ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. നമ്മൾ മറ്റൊരാളായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, അനുകരിക്കലോ അല്ലെങ്കിൽ അയാളായി മാറാനായിട്ട് നമ്മൾ ട്രൈ ചെയ്യരുത്. അതല്ലേ മോനെ മോറൽ? അതെ മാം, അതാണ് മോറൽ. നല്ലതാണ് ട്ടാ. നെക്സ്റ്റ് കമ്പാരിസൺ സ്റ്റോറി ആരാ പറയണേ? ഞാൻ പറഞ്ഞിട്ടായിരുന്നല്ലോ ആരാണ്. നേരത്തെ കമ്പാരിസൺ സ്റ്റോറി അവളോട് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതാ. അടുത്തത് തരാം. തക്സീറ അല്ലെ? ആളില്ലേ ഇവിടെ? ഞാൻ പറയാം മാം. പറഞ്ഞോടാ. പ്രസന്റ് ചെയ്തോട്ടോ. ഇതാണ് സ്റ്റോറി. കാണാണ്ടാ? കാണാണ്ടാ. ഹലോ ചിൽഡ്രൻ. വൺ ഡേ നമ്മളിന്നൊരു കമ്പാരിസൺ സ്റ്റോറിയാണ് പറയാൻ പോണത്. നമ്മൾ ആരെയും കമ്പയർ ചെയ്തിട്ട് ചെയ്യാൻ പാടില്ല. അതിനെ പറ്റി നമുക്കൊരു സ്റ്റോറി പറയുന്നത്. വൺ ഡേ ക്രോ സ്വാൻ സ്വിമ്മിങ് ബൈ ആൻഡ് സ്വാൻ സ്വിമ്മിങ്. ഒരു ദിവസം ഒരു കാക്ക ഒരു അരയന്നം ഇങ്ങനെ നീന്തുന്നത് കണ്ട്. അപ്പൊ അത് ചോദിച്ച്, നീ സ്വാൻ യു ഹാവ് സോ വൈറ്റ് ആൻഡ് പെറ്റി, യു മസ്റ്റ് ബി ദ ഹാപ്പിയസ്റ്റ് ബേർഡ് ഇൻ ടൗൺ. നീ ഭയങ്കര വെളുത്തതും ഭയങ്കര അഴകുള്ളതുമാണ്. നീ ആയിരിക്കും ഈ ടൗണിലെ ഏറ്റവും സന്തോഷമുള്ള പക്ഷി. ഐ വിഷ് ഐ കുഡ് ലിവ് യു ലൈഫ്. നിന്നെ പോലെ ഒരു ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നു. അതായത് കാക്ക കറുത്ത കാരണം കാക്കക്ക് തോന്നുകയാണ് ആ പക്ഷിയാണ് ഏറ്റവും ഭംഗിയുള്ളത് എന്ന് കാക്കക്ക് തോന്നുകയാണ്. ഹാപ്പി ആൻഡ് മീ, സന്തോഷം അത് എനിക്കോ? ഹാവൻ യു സീൻ പാരറ്റ്? നന്നായിട്ട് അർത്ഥം അറിയില്ല മിസ്, അതുകൊണ്ട് എങ്ങനെ പറയുന്നത്. നീ ആ തത്തയെ നോക്കിയോ? അതാണോ? അതെ. ഞാനിതിന്റെ ഇംഗ്ലീഷ് വായിക്കാം. ഇംഗ്ലീഷ് വായിച്ചോ. ഹാവ് യു സീൻ പാരറ്റ്? അപ്പോ ഇറ്റ് ഹാസ് നോട്ട് വൺ ബട്ട് 10 beautiful colors. I so wish could be like him. Are you both making fun of me? Look at the peacock. It is so much more colorful than me. It is the happiest bird in town. I am so colorful that people catch me and put me in a sea. How can be happy? I so wish I was crow who could fly anywhere he want and no and brothers catching him. And with that the four
birds went about their business. I don't compare yourself to others. അതാണ് ഇതിന്റെ ഒരു കമ്പാരിസൺ എഴുതിയത്. ഓക്കേടാ, അത് മറ്റൊരാളായിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, കമ്പയർ ചെയ്ത് അവരോരോരുത്തരും ആ ഒരു പേഴ്സണാലിറ്റി നേരത്തെ പറഞ്ഞ ആ ഒരു സ്റ്റോറി തന്നെ ഏകദേശം കമ്പാരിസൺ പോലത്തെ ഒരു സ്റ്റോറി ആയിരുന്നു. ഓക്കെ, അപ്പൊ എല്ലാവരും റെക്കോർഡൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് മൺഡേ ക്ലാസ്സിൽ തരാം. എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് തരാം. മൈ കളക്ഷൻ ബുക്ക് ആണ്, അത് നെക്സ്റ്റ് മൺഡേ ക്ലാസ്സിൽ തരാം. അപ്പൊ താങ്ക് യു ഓൾ. നിങ്ങൾ എല്ലാവരും ഒരു കാര്യം കൂടെ ഉണ്ട് മിസ്സേ, ആ സോഷ്യൽ എമോഷണൽ ഡെവലപ്മെന്റ് MCQ ഇട്ടില്ലായിരുന്നു മിസ്, യൂണിറ്റ് 3 അത് ഇട്ടിട്ടില്ലായിരുന്നു, ഒന്നിടാവോ? ഇട്ടിട്ടില്ലേ? സോഷ്യൽ എമോഷണൽ ഡെവലപ്മെന്റ് ഇട്ടിട്ടില്ല അല്ലേ? പ്രവർക്കാണ് പറയുന്ന സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ് അല്ലേ? ഇടാട്ടാ, തന്നെ ഇടിക്കാം. ഓക്കെ ഓക്കെ മാം, ശരിയാക്കാം. ഇത് രണ്ടും കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് തന്നെയല്ലായിരുന്നു പ്രശ്നം, ഇടാൻ പറഞ്ഞിട്ട് ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക് ഞാൻ ചെക്ക് ചെയ്തോളാം കേട്ടോ. ഇട്ടാക്കാൻ പറഞ്ഞേക്കാം. അപ്പൊ താങ്ക് യു ഓൾ. സൈൻ ഔട്ട് ആരാ പറയുന്നേ? താങ്ക് യു മാം. സൈൻ ഔട്ട് Give light and people will find the way. വെളിച്ചം നൽകുക, ആളുകൾ വഴി കണ്ടെത്തിക്കോളും. സൈൻ ഔട്ട് ബൈ സന. മിസ്സേ, ഒരു കാര്യം കൂടെ ഒന്ന് പറയാനുണ്ടേ. പറഞ്ഞോടാ. ഞങ്ങളുടെ ഈ കോർഡിനേറ്റേഴ്സിന്റെ ഇത് ഇന്ന് തീരുവാണ്. ഇപ്പൊ ഞങ്ങൾക്ക് ഒരു കമ്മിറ്റി ഉണ്ട്, അതിൽ 5 കോർഡിനേറ്റേഴ്സ് ഉണ്ട്. അപ്പൊ അവരുടെ ഇത് ഇന്ന് തീരുവാണ്. അപ്പൊ പുതിയ കോർഡിനേറ്റേഴ്സ് ഒന്ന് വരണമെന്ന് പറയാനായിട്ടായിരുന്നു ഞാൻ. അല്ലെങ്കിൽ ഗ്രൂപ്പിലിട്ട് ആരും റെസ്പോണ്ട് ചെയ്യില്ല. ഓക്കെ, നെക്സ്റ്റ് കോർഡിനേറ്റേഴ്സ് ആരാന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം. ഇവർ ചെയ്ത പോലെ തന്നെ വളരെ മനോഹരമായിട്ട് അവരവരുടെ ഡ്യൂട്ടീസ് കറക്റ്റ് ആയിട്ട് ചെയ്യാം. ഈ കോർഡിനേറ്റേഴ്സ് ഒക്കെ വന്നതിന് ശേഷം അത്യാവശ്യം നമ്മുടെ ക്ലാസ്സുകളൊക്കെ പ്രോപ്പർ ആയിട്ട് പോകുന്നില്ലേ? എന്നുവെച്ചാൽ ആ ഒരു ഫസ്റ്റത്തെ ടൈമും അതേപോലെ സൈൻ ഔട്ട് ഒക്കെ കറക്റ്റ് ആയിട്ട് വളരെ മനോഹരമായിട്ടാണ് അവർ എന്ത് ചെയ്തത്, അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തത്. നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ താങ്ക് യു. നിങ്ങൾക്ക് ബെസ്റ്റ് വിഷസ് ഉണ്ട്. ഇനി വരാൻ പോകുന്നത് നിങ്ങൾ സെലക്ട് ചെയ്തോ കേട്ടോ. താങ്ക് യു മാം. ഓക്കെ മാം.